നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക്. തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇത്രയും കാലം തുലാം രാശിക്കാർക്ക് വ്യാഴം നിന്നിരുന്നത് 9ാം ഭാവത്തിലായിരുന്നു, ഭാഗ്യസ്ഥാനത്തായിരുന്നു. തുലാം രാശിക്കാർക്ക് 3ാം ഭാവാധിപത്യവും 6ാം ഭാവാധിപത്യവുമാണ് ഉള്ളത്. 3ാം ഭാവം വെച്ചാൽ സഹായികൾ, സഹോദരങ്ങൾ, ഇവരൊക്കെയാണ്. 6ാം ഭാവം എന്നാൽ തൻ്റെ ശത്രുക്കൾ, തൻ്റെ രോഗാദി അരിഷ്ടതകൾ. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. പക്ഷേ വ്യാഴം 9ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിന്ന് വലിയൊരു ഫലമൊന്നുമല്ല കൊടുത്തിരിക്കുക. അതിൽ നിന്നും വിഭിന്നമായി ഈ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ കർമ്മമേഖലയിൽ വളരെയധികം ഗുണങ്ങൾ വരും. തൻ്റെ കീഴിൽ തനിക്ക് ഏറ്റവും നല്ല ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാനുള്ള നല്ല ആളുകളെ കിട്ടും. സഹോദര തുല്യരായ ആളുകൾ തന്നെ ബഹുമാനിക്കും.
സഹോദരങ്ങൾക്ക് വളരെ നല്ല സമയമാണ്. വീട് പണി പൂർത്തിയായവർക്ക് തൻ്റെ ഗൃഹപ്രവേശനം നടത്താൻ ഏറ്റവും നല്ല സമയമാണ് ഡിസംബർ 5 വരെയുള്ള സമയം. അതിനാൽ പുത്തൻ വീട് വേണ്ടവർ അതിനുവേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യണം. ശാരീരികമായി രോഗകാരകനാണ്. ഈ രോഗഭാവത്തിൻ്റെ ആധിപത്യമുണ്ട് വ്യാഴം. അത് കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 4ാം ഭാവത്തിലേക്ക് നോക്കും. വളരെയധികം കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വരും. നെഞ്ചത്ത് കഫം വരിക, അപ്രകാരം തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ ബാധിക്കുക, കഫം ഒരു വലിയ ശല്യമായി തീരുമെന്ന് അറിയണം. ഗുരുകർമ്മകെ മന്ദിരം ചിത്രശാലം പൂർവ്വജേഭ്യോപി തേജോധികത്വം. തൻ്റെ പൂർവികരെക്കാട്ടും പ്രശസ്തി ഉണ്ടാകും. ചിത്രപ്പണികളോടുകൂടിയ വീടുണ്ടാവും. ന പൂർണ്ണോ ഭവേത് ശർമ്മണ പുത്രഗാന പജൽ പ്രത്യഹം പ്രസ്ഥസാമുദ്രമന്നം. തനിക്ക് ഒരിടങ്ങഴി ഉപ്പിൻ്റെ അരി വെച്ചു കൊടുക്കാൻ അന്നദാനം ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാവും. അതിനാൽ പലപ്പോഴും ഗൃഹപ്രവേശന കർമ്മങ്ങൾ, വിവാഹാദി വിഷയങ്ങൾ, അന്നദാനാദി വിഷയങ്ങളൊക്കെ നടത്തി വളരെയധികം തനിക്ക് പ്രശസ്തിയും പേരും ഉണ്ടാക്കാൻ ഈ 10ലെ വ്യാഴം സഹായിക്കും. പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ തൃപ്തി കുറയും. മക്കൾ പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിന് തനിക്കത്ര സ്വസ്ഥത ലഭിക്കണമെന്നില്ല. അതാണ് പറഞ്ഞത്, പുത്രഗാണാം ശർമ്മ. ഒരു സുഖം മക്കളുടെ വിഷയത്തിൽ ലഭിക്കുന്നില്ല. മറ്റുള്ള വിഷയത്തിൽ വ്യാഴം നന്മകളെ പ്രദാനം ചെയ്യും. നല്ല സഹായികൾ, സഹോദര ഗുണം, ഇതൊക്കെ വന്ന് തൻ്റെ കർമ്മമേഖലയിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഈ 49 ദിവസക്കാലമെന്ന് പ്രാർത്ഥിക്കുന്നു.